ലിയോ ജോൺ പോൾ രചനയും സംവിധാനവും നിർവഹിച്ച പുതിയ ചിത്രം മാർഗൺ. വിജയ് ആന്റണിയാണ് കേന്ദ്ര കഥാപാത്രത്തിൽ. സമുദ്രകനി, വിജയ് ദിശാൻ തുടങ്ങിയ ആർട്ടിസ്റ്റുകളും സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് അറിയാം. വിജയ് ആന്റണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ആണ് എടുത്തു പറയേണ്ടത്. കാരണം ഇതിനു മുന്നേ വന്ന കുറെ പടങ്ങൾ, നല്ല സ്ക്രിപ്റ്റ് സെലക്ഷൻ ഉള്ള പടങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും തിയേറ്ററിൽ വലിയ രീതിയിൽ റൺ ആവാതെ പോയിട്ടുള്ള സിനിമകളായിരുന്നു കൂടുതലും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് മാർഗണെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഡ് ബോഡി കാണിച്ചുകൊണ്ടാണ്. അതായത് ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി ഒരു കുപ്പത്തൊട്ടിയിൽ നിന്ന് കിട്ടുവാണ്. ആ ഡെഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരഭാഗം ആസകനം കറുത്ത രീതിയിലാണ് ഡെഡ് ബോഡി കാണപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ധ്രുവ് ഈ ഒരു കേസ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ കുറെ സ്വഭാവ സവിശേഷതകളൊക്കെ സിനിമയ്ക്കകത്ത് കാണിക്കുന്നു. തമിഴ് സിനിമയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്വഭാവ സവിശേഷതകളൊക്കെ ആർട്ടിസ്റ്റിനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. തന്നെ കഥാപാത്രം ഒരു രക്ഷയില്ല, ഗംഭീരമായി എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് വിജയാന്റണിയുടെ ഒരു വെറൈറ്റി ലുക്കും കാണാൻ സാധിക്കും. ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ വേറെ ലെവല് സാധനത്തിലേക്കൊക്കെ ഈ സിനിമ കടന്നു പോകും. അതുപോലെ തന്നെ വിജയ് ദിശാനെയാണ് എടുത്തു പറയേണ്ടത്. പുതിയ ആർട്ടിസ്റ്റ് ആണ്, നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വളരെ രീതിയിൽ പേടിയാവുന്ന രീതിയിലുള്ള ഒരു രീതിയിലേക്കൊക്കെ പോകും. നെഗറ്റീവ് ക്യാരക്ടറാണ് കേട്ടോ, അതുകൂടെ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ സിനിമ മൊത്തത്തിൽ സ്ക്രിപ്റ്റ് സെലക്ഷൻ ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും എല്ലാം തന്നെ സിനിമയുടെ പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തിയേറ്ററിൽ, നല്ല ക്വാളിറ്റിയുള്ള തിയേറ്ററിൽ ഈ പടം കാണുകയാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് വിശ്വസിക്കപ്പെടാത്ത ടൈപ്പുള്ള കാര്യങ്ങൾ കാണിച്ചു വരുന്നുണ്ട്. സോ അതൊന്നും എനിക്ക് വലിയ ലോജിക്കലായിട്ട് വലിയ കറക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഈ സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒഴുക്കിൽ അങ്ങ് പോവുകയാണ്. കാരണം പ്രേക്ഷകനെ നല്ല ഇമ്പാക്റ്റിലൂടെ പിടിച്ചിരുത്താൻ ഇതിന്റെ സ്ക്രിപ്റ്റിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബോറടി ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് മാർഗൺ അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ല. ഇപ്പൊ മ്യൂസിക് നമ്മുടെ വിജയ് ആന്റണിയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ നല്ലൊരു മ്യൂസിക് കമ്പോസിഷനും കാണാൻ സാധിക്കുന്നുണ്ട്. സോ കുഴപ്പമില്ലാത്ത രീതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാട്ടൊക്കെ തന്നെയുണ്ട്. പിന്നെ ലേഡി പോലീസ് ഓഫീസറൊക്കെ വരുന്നുണ്ട്. സോ ചില കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങോട്ട് ശാസ്ത്രീയ വശമായി പ്രതീക്ഷിക്കാൻ പറ്റാവുന്ന കുറച്ച് കാര്യങ്ങളൊന്നും അല്ല. കാരണം അത്രയ്ക്ക് അതായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. നിങ്ങളത് കണ്ടുപോകുക. പക്ഷെ ക്യാരക്ടർ എഴുതി വെച്ചേക്കുന്ന രീതി എന്ന് പറയുന്നത് പക്കയാണ്. കാരണം വിജയ് ആന്റണി ആയാലും വില്ലന്റെ കഥാപാത്രമായാലും പക്കയായിട്ടാണ് ആ ക്യാരക്ടർ കൊണ്ടുപോകുന്നത്. എന്തായാലും ഗംഭീരമായ ഒരു വാച്ചാണ് ഈ പടം. തീർച്ചയായിട്ടും കണ്ടുപോകുക. ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് ഡാർക്ക് ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ടിക്കറ്റ് എടുക്കാം. തിയേറ്ററിൽ ഇപ്പോൾ ഓടുന്നുണ്ട് പടം. ചുരുക്കം തിയേറ്ററുകളിലൊക്കെ ഇവിടെ ഓടുന്നുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സുമായി രേഖപ്പെടുത്തുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. സബ്സ്ക്രൈബ് ചെയ്താലേ വീഡിയോയ്ക്ക് ഒരു ഒഴുക്കുണ്ടാകത്തുള്ളൂ. അതുകൂടെ മനസ്സിലാക്കി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം.